ഈ ഒരു ബ്രോ പറഞ്ഞപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് നാട്ടിലുള്ള ഡി ജെയുടെ പോക്കറ്റ് ത്രീക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ആൻഡ് അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് കൊണ്ടാണുള്ളതെന്നുള്ളത്. അതിനൊരു സൊല്യൂഷനായിട്ട് വേറൊരു കേസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ബ്രോ ഈ വീഡിയോ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി തൊട്ട് മേളിൽ ഞാൻ ആളുടെ ബ്രോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ആൾ പറയുന്നത് വെച്ച് ഡി ജെ ഐ ഗ്യാരണ്ടിയിലുള്ളതാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി നമുക്ക് ഡി ജെ ഐക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഓൾമോസ്റ്റ് 75% ഓഫ് ദ ന്യൂ പോക്കറ്റ് ത്രീയുടെ പ്രൈസ് വാങ്ങിച്ചിട്ട് ഒരു പുതിയ പോക്കറ്റ് ത്രീ വിത്ത് 1 year വാരണ്ടി കൊടുക്കുന്നതാണ് ഇതിനൊരു സൊല്യൂഷൻ. അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് തരുമോ എന്ന് ഡി ജെയോട് ചോദിക്കുമ്പം ഓൾമോസ്റ്റ് 20,000 റുപ്പീസാണ് കേട്ടോ പറയുന്നത്. ഇപ്പം പുതിയൊരു പോക്കറ്റ് ത്രീക്ക് ലെസ് ദാൻ 40,000 ആണ് വരുന്നത്. അപ്പോൾ 20,000 കൊടുത്ത് അത് റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൊരു മണ്ടത്തരമായിട്ടാണ് നമുക്കൊരു ഫീൽ ചെയ്തത്. ആൻഡ് ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഇതിനകത്ത് 2 മാഗ്നറ്റിലാണ് ഇത് നിന്ന് കറങ്ങുന്നത്. ആ ഒരു മാഗ്നറ്റ് നമ്മുടെ ഡിസ്പ്ലേയുടെ പുറകിലുള്ള ആ ഒരു മാഗ്നറ്റ് അത് ഊരി മൊഡ്യൂളിനകത്തോട്ട് അത് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ലോക്കിൽ നിൽക്കാതിരിക്കുന്നത്. ഇത് നോർത്തും സൗത്തും ഉള്ള 2 മാഗ്നറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഫ്ലിപ്പായിട്ടും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൃത്യമായിട്ട് നിന്ന് കറങ്ങുന്നത്. നമ്മുടെ മെയിൻ 2 ആക്സസറീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു BLDCയുടെ ഈ ഒരു അഡാപ്റ്ററാണ്. ഇതിൻ്റെ ലിങ്ക് ചെയ്യാനിട്ടേക്ക്. ഇത് അടിപൊളി ഒരു സാധനമാണ്. പോക്കറ്റിലുള്ള ഒരു മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ഈ ഒരു ഒഫീഷ്യൽ കേസ് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടി സണ്ണി ലൈഫിൻ്റെ ഈ ഒരു കേസ് യൂസ് ചെയ്യാം. ഇത് അടിപൊളിയാണ്. ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് പയ്യെ നമുക്ക് ഡിസ്പ്ലേ ഡാമേജ് ആവാതെ നമുക്ക് എടുക്കാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ്.